കേരളത്തിൽ വേനൽ കടക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് പകൽ സമയത്തെ താപനിലയിൽ അസാധാരണമായ വർധനമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്തരീക്ഷം അതീവ വരണ്ട അവസ്ഥയിലേക്ക് മാറിയതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക ചൂട് അനുഭവപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ഇതേ നില തുടരാനാണ് സാധ്യതയെന്നും മഴയുടെ അഭാവം ചൂട് വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ സംസ്ഥാനത്തെ ശരാശരി താപനില 34 ഡിഗ്രി മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത്രയധികം ചൂട് അനുഭവപ്പെടുന്നത് വരാനിരിക്കുന്ന കഠിനമായ വേനൽക്കാലത്തിന്റെ മുന്നോടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഉയർന്ന താപനില ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിലുള്ള ജോലികളോ യാത്രകളോ ഒഴിവാക്കണമെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിക്കുന്നു. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ താപനില അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതിനാൽ സൂര്യാഘാതം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവർ ഈ സമയക്രമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുത്ത ചൂടിനെ തുടർന്നുണ്ടാകുന്ന നിർജ്ജലീകരണം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാകും. ദാഹം അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ വെള്ളം കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ശരീരത്തിലെ ജലാംശം വറ്റിച്ചു കളയുന്ന പാനീയങ്ങൾ ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. മദ്യം, കാപ്പി, ചായ, കൃത്രിമ മധുരം ചേർത്ത കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഉപയോഗിക്കുന്നത് നിർജ്ജലീകരണം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇവയ്ക്ക് പകരം ശുദ്ധജലം, ഇളനീർ, സംഭാരം, ORS ലായനി, പഴച്ചാറുകൾ എന്നിവ ശീലമാക്കാം. വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന ലവണങ്ങൾ തിരികെ ലഭിക്കാൻ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. പുറത്തിറങ്ങുന്നവർ നിർബന്ധമായും കയ്യിൽ കുടിവെള്ളം കരുതേണ്ടതും വെള്ളത്തോടോ ഇളം നിറത്തിലോടുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ചൂട് വർദ്ധിക്കുന്നത് കാർഷിക മേഖലയെയും കന്നുകാലികളെയും സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. പകൽ സമയത്ത് കന്നുകാലികളെ മേയ്ക്കാൻ വിടുന്നത് ഒഴിവാക്കുകയും അവയ്ക്ക് ധാരാളം കുടിവെള്ളം ലഭ്യമാക്കുകയും വേണം. കൃഷിയിടങ്ങളിൽ ഈർപ്പം നിലനിർത്താൻ പുതയിടൽ പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളായ കടുത്ത തലവേദന, തലകറക്കം, ബോധക്ഷയം, അമിതമായ ഹൃദയമിടിപ്പ്, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തണലിലേക്ക് മാറുകയും പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സ തേടുകയും വേണം. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ തണ്ണീർപ്പന്തലുകൾ ഒഴിക്കാനും പൊതുജനങ്ങൾക്ക് തണലൊരുക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വനമേഖലകളോട് ചേർന്ന് താമസിക്കുന്നവർ കാട്ടുതീ പടരാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ജാഗ്രത പാലിക്കണം. ഉണങ്ങിയ പുല്ലിനും ഇലകൾക്കും തീപിടിക്കാൻ ചെറിയൊരു അശ്രദ്ധ മതിയാകും എന്നതിനാൽ തുറസായ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളുകളിൽ ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉണ്ടാക്കണമെന്നും ഉറപ്പുവരുത്തണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെയും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകത ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പൗരനും കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഉഷ്ണതരംഗത്തിന് സമാനമായ ഈ കാലാവസ്ഥയെ ആരോഗ്യകരമായി മറികടക്കാൻ സാധിക്കുകയുള്ളൂ.